ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് പുതിയൊരു അവസരം വന്നിട്ടുണ്ട്. PHL ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസി പല ജോലികൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അക്കൗണ്ടൻറ്റ്, ഷെഫ്സ്, കുക്സ്, മാനേജേഴ്സ് ഇവർക്കെല്ലാം വിസ സ്പോൺസർഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അവരോട് പറയുന്നത്. ആ ജോബിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് 2 പ്രാവശ്യം ഈ വിസ സ്പോൺസർഷിപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, വിസ സ്പോൺസർ ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബ് ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ജോബിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിന് നിങ്ങൾക്ക് ഇൻഡീഡ് വഴിയും അതുപോലെ തന്നെ PHL ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് അതുവഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ ജോബ് ഹൈ സാലറിയുള്ള ജോബാണ്. $70,000 മുതൽ $80,000 വരെയാണ് അതിൻ്റെ സാലറി ഇയർലി അവരിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, അതിൽ വിസ സ്പോൺസർഷിപ്പ് എന്ന് ഇവിടെയും പറയുന്നുണ്ട്, അതുപോലെ ഡീറ്റെയിൽസിലും പറയുന്നുണ്ട്. നിങ്ങൾക്ക് വർക്ക് ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ജോബാണ്. നല്ലൊരു സാലറി പാക്കേജും ഉണ്ട്. അതുപോലെ ചില ജോബ്സിന് റീലൊക്കേഷൻ അലവൻസ് കൂടി അവരിവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിക്രൂട്ടിംഗ് ഏജൻസി വഴി അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ നല്ലൊരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVയും കവർ ലെറ്ററും ഉണ്ടാക്കി ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഇതിന് നിങ്ങൾക്ക് ഇൻഡീഡ് വഴി നേരിട്ടും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് വഴി അവർക്ക് നേരിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ പോയി ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു അവസരമാണ്. PHL ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. അതായത് ജോബ്സിന് വേണ്ടി നോട്ടിഫൈ ചെയ്ത ജോലിക്കാരെ കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, അല്ലാതെ വിസ എടുക്കുന്ന ഏജൻസിയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തട്ടിപ്പിൽ പെടുമെന്ന് ഒട്ടും തന്നെ പേടിക്കേണ്ടതില്ല. ഇതുവഴി ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അതിനുവേണ്ടി പൈസ പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് ഒരു റിക്രൂട്ടിംഗ് ഏജൻസി മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ see you, bye.